ഇപ്പൊ 8ാമത്തെ ഇന്റർനാഷണൽ ഞാൻ പോയത്. 7 ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ആണ് ഞാൻ. എനിക്ക് നാഷണലൊക്കെ ഞാൻ പോയത് ഒളിച്ചും പാത്തൊക്കെ ആയിരുന്നു. എന്നെ പള്ളിയിൽ അടുക്കൂല, ഇനി ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ എനിക്ക് വന്നു. എന്നാൽ തന്നെയും ഇവരെ കാണാതെ ഒളിച്ചും പാത്തും ഒക്കെ ആയിട്ട് എന്നെ വാപ്സി കൊണ്ടുവരുന്നു. 2007 ഡിഗ്രി ആ ടൈമിലോടുകൂടി എനിക്ക് നാഷണൽ ലിഫ്റ്റർ ആയി, ഞാൻ നാഷണൽ ചാമ്പ്യനായി. എന്നിട്ട് പോലും എനിക്ക് ആ നിർത്തേണ്ടി വന്നു. മാസ്റ്റേഴ്സ് ആയി നമ്മൾ കഷ്ടപ്പെട്ട് മേടിക്കുന്ന അത്ര ആൾക്കാര് ഫൈറ്റ് ചെയ്ത് തന്നെ മേടിക്കുന്ന ഒരാള് ഒരു ഫ്ലവർ വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പാട് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ആൾക്കാർ ചോദിക്കും എന്തിനാ ഈ പോണെന്ന്. പാഷൻ, പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം. അന്ന് നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. ഈ കുട്ടികളുണ്ടായി 11 വർഷം കഴിഞ്ഞപ്പോ ഇന്റർനാഷണൽ ചാമ്പ്യൻ ആയി. ഭയങ്കര ആകാംക്ഷയുടെ കൂടി എല്ലാം ചെയ്തതായി ഈ പനി വന്ന് ഞാൻ തളർന്നുപോയി. എനിക്ക് അറിയാൻ പാടില്ല, BP അങ്ങനെ ഷൂട്ട് ചെയ്തു. എനിക്ക് ഈ ഹൈ BP വെച്ചോണ്ട് ഞാൻ എങ്ങനെയാണ് ഇനി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞാൻ ബ്ലഡ് പൊട്ടും തല. ഇന്റർനാഷണൽ പവർ ലിഫ്റ്ററും വെയ്റ്റ് ലിഫ്റ്ററുമായിട്ടുള്ള ലിബാസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ABC മലയാളം ലിബാസ്. താങ്ക് യു. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ. ഒരു പവർ ലിഫ്റ്റർ അല്ലെങ്കിൽ ഒരു വെയ്റ്റ് ലിഫ്റ്റർ അവരുടെ ഒരു ജേണി എന്ന് പറഞ്ഞത് കുറച്ച് എന്താ പറയുക ഡിസിപ്ലിൻഡ് ആയിരിക്കുമല്ലോ. പക്ഷേ വൺസ് നമ്മളൊരു മെഡൽ അടിച്ചു കഴിയുമ്പോഴേ എല്ലാവരും അറിയത്തുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഒരു ജേണി ഉണ്ടെങ്കിൽ സ്ട്രഗിൾ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു സങ്കടം വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു എൻ്റെ ഇത് ജേണി എന്ന് പറഞ്ഞില്ലേ, ജേണി തുടങ്ങിയ ടൈമിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ആ ടൈമിൽ ഞാനിപ്പോൾ ഒരു ഒളിമ്പ്യൻ ആയേനെ. ഇപ്പൊ ആ ഒരു വലിയ നഷ്ടം എനിക്ക് മാനസികമായി ഞാൻ വേദനിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പം ഞാൻ ഇത് തുടങ്ങിയത് തന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, ഞാൻ ന്യൂമാൻ കോളേജിലാണ് പഠിച്ചത്. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ എനിക്കറിയില്ല വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നാ പവർ ലിഫ്റ്റിംഗ് എന്നാന്നൊന്നും അറിയില്ല. ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കോളേജിൽ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് സാറ് ഇങ്ങനെ നോക്കാൻ വരുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്പോർട്സ് സാറായിരുന്നു അവിടെ നോക്കാൻ വന്നത്. അപ്പോൾ ആ സ്പോർട്സ് സാറ് വന്ന് ഇരുന്നപ്പോൾ കുറേ നേരമേ എന്നെ ഇങ്ങനെ മാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ കയറി. എന്താണോ ഞാനൊന്നും ചെയ്യുന്നില്ല, മാത്രം വാച്ച് ചെയ്യണം. അപ്പോൾ ഒരു ടെൻഷൻ കയറി ഞാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ലിബാസ് ഒന്ന് സ്റ്റാഫ് റൂം വരണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനൊന്ന് ഞെട്ടി, ടെൻഷൻ ഒന്നും കൂടി. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാഫ് റൂമിൽ പോകണം. ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ട് പേടി. എനിക്ക് എഴുതാൻ പറ്റിയില്ല, എക്സാം എഴുതാൻ പറ്റിയില്ല ആക്ച്വലി. കാരണം എന്താ വെച്ചാൽ തൊട്ടപ്പുറമുള്ള ഒരാളെ പിടിച്ചു. അപ്പൊ അങ്ങനെ ഞാനങ്ങ് പോവാണ്. സ്റ്റാഫ് റൂമിൽ പോയപ്പോഴാണ് പറഞ്ഞത് ലിബാസിന് പറ്റൊരു ഐറ്റം ഇവിടെ ഉണ്ടെന്ന്. കാരണം അന്നും ഞാൻ ഇങ്ങനെയായിരുന്നു, ഇന്നും ഞാൻ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാല് എനിച്ചിട്ട് ബൾക്കായിട്ടുള്ള ഇതായിരുന്നു. അപ്പൊ എന്നാ പറ്റിയ ഐറ്റം എന്ന് പറയുമ്പോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഒരു പുതിയതായിട്ടൊരു സ്പോർട്സ് തുടങ്ങുകയാണ്. അപ്പം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉണ്ട്. അപ്പം ലിബാസിന് ഒന്ന് നോക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് എന്നാന്നോ ഇത് എങ്ങനെയാണെന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാർ ഒന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ പോയി. അപ്പം നോക്കിയപ്പോൾ ഒരു ബാറ്, 2 വെയിറ്റ്. ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല. ഇത് വെച്ച് എങ്ങനെ സ്പോർട്സ് അങ്ങനെയാണ് ഞാൻ പിന്നെ അവനോട് പറഞ്ഞു ഇത് എടുത്ത് പൊക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഫാദറിനോട് ചോദിച്ചിട്ട് വരാം. കാരണം ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജോലിയുള്ള, എനിക്ക് എന്തിനും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ്. കാരണം സ്പോർട്സ്, ആർട്സ് എല്ലാത്തിനും പോയി ചെയ്തിട്ട് വാന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ വാപ്സിയോട് ചോദിച്ചപ്പോൾ വാപ്സി പറഞ്ഞു എന്ത് ചോദിക്കാം, പോയി സ്പോർട്സ് ഇത്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ജേർണി കേട്ടോ. ഡിഗ്രി ന്യൂമാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് 2005 ലിഫ്റ്റ് ചെയ്ത് എത്ര വെയിറ്റ് ആണെന്ന് ഓർമ്മയുണ്ട്? ലിഫ്റ്റ് ഇതെടുത്ത് ഈ ബാറും വെയിറ്റും എടുത്ത് ഇത് ഈ 50 kg ആണ് വെയിറ്റ് ലിഫ്റ്റിങ്ങിന്റെ ബാറ്. പവർ ലിഫ്റ്റിങ്ങിന്റെ ബാറ് 20 kg ആണ്.
പക്ഷെ ഇത് എടുത്തു നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഹെവി, പക്ഷെ എന്നാൽ തന്നെയും എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ലിഫ്റ്റ് ചെയ്തു. അപ്പം സാർ ഒന്നും കൂടെ സാറിന്റെ മുഖത്തൊരു ഷൈനിങ്, ഇനി എന്തൊക്കെയൊക്കെ കൊടുക്കാം. ഇവളെ കൊണ്ട് പറ്റൂല ഒരു ഫീലിങ്. അങ്ങനെയാണ് ഞാൻ ഈ ഇതിലേക്ക് കാലെടുത്തത്. ഇപ്പം നമ്മളിപ്പം ഒരു നമ്മുടെ എന്ത് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും ചിലർ പറയല്ലോ സമൂഹം എന്ത് പറയുമെന്ന് നോക്കി നിന്നിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ലിബാസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഫാമിലി, അച്ഛൻ ഓഫ് കോഴ്സ് അച്ഛൻ ഒരു വലിയ സപ്പോർട്ട് ആയിരുന്നു എങ്കിൽ പോലും ഒരു അതിന്റെ പേരിൽ സ്ട്രഗിൾ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ തുടക്കത്തിലെ പറഞ്ഞാണ്, ഇപ്പം ഞാൻ ഒളിമ്പിൻ്റെ ആണ്ടിയായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നാഷണലൊക്കെ ഞാൻ പോയത് ഒളിച്ചും പാത്തൊക്കെ ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, സ്പോർട്സിനും ആർട്സിനും ഒക്കെ ഉണ്ട് ഞാൻ. അപ്പം നമ്മുടെ സമൂഹത്തിലെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട്. റിലീജിയൻ എന്നുള്ള ഒരു ഇതേ ഇല്ല, എല്ലാം കുട്ടികളെ സപ്പോർട്ടാ. അന്നില്ലായിരുന്നു. ഇപ്പം എന്നിട്ട് എനിക്ക് എന്താ പറയുക, എന്നെ പള്ളിയിലെടുക്കില്ല, ഇനി ഇതിനെയൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ എനിക്ക് വന്നു. അത് വാപശിയിലെത്തി. അപ്പം അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പയ്യെ പയ്യെ മാറാൻ തുടങ്ങി. എന്നാൽ തന്നെയും ഇവരെ കാണാതെ ഒളിച്ചും പാത്തും ഒക്കെ ആയിട്ട് എന്നെ വാപശി കൊണ്ടുവരുന്നു. ഈ നാഷണലൊക്കെ മെഡൽ വന്നിട്ട് പോലെ ഒരു ന്യൂസിൽ കൊടുക്കാനൊന്നും പറ്റി, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. പക്ഷെ എന്നാൽ തന്നെ ഞാൻ ഡിഗ്രി 2007 ഡിഗ്രി ആ ടൈമിലോടുകൂടി എനിക്ക് നാഷണൽ ലിഫ്റ്ററായി, ഞാൻ നാഷണൽ ചാമ്പ്യനായി. എന്നിട്ട് പോലും എനിക്ക് നിർത്തേണ്ടി വന്നു. ഞാൻ നിർത്തി. പിന്നെ ജേണി അവിടോട് അവസാനിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ. കാരണം എനിക്ക് കുഴപ്പമില്ലാത്തൊരു, ഞാൻ ഇടുക്കിക്കാരിയാണ്, കുറച്ച് ഊരൊക്കെ ഉണ്ട്. ഇടുക്കിക്കാരോട് കളിക്കരുതെന്ന് പറയില്ലേ, അപ്പം ഇച്ചിരി ഊരുള്ളായിരുന്നു. അപ്പം ഞാൻ പറയില്ലേ, എന്നെ നാച്ചുറലായിട്ട് കിട്ടിയ ഒരു ഇതാണ്, നമുക്ക് ആ ഒരു ലിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിർത്തിയിട്ട് പിന്നീടുള്ള തുടക്കം കല്യാണ ശേഷമാണ്. യെസ്, കല്യാണം മാത്രമല്ല, 2 കുട്ടികളും കൂടെ ഉണ്ടായി കഴിഞ്ഞ് 11 വർഷം കഴിഞ്ഞാണ്. അന്ന് നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. ഈ കുട്ടികൾ ഉണ്ടായി 11 വർഷം കഴിഞ്ഞപ്പോ ഇന്റർനാഷണൽ ചാമ്പ്യനായി. അതെനിക്ക് ആ ഒരു ജേർണി കൂടെ പറയും. അപ്പൊ ഒരു ഇന്റർനാഷണൽ ഒരു മെഡൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല, അതും 2 കുട്ടികളുടെ അമ്മ ആയതിനു ശേഷമുള്ളത്. അതിന്റെ ജേർണി എന്ന് പറഞ്ഞാൽ ഇപ്പം 11 വർഷം കഴിഞ്ഞ്. അപ്പം ഞാൻ അപ്പോഴും കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒന്നുകൂടെ വെയിറ്റ് കൂടി മക്കളുണ്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ സെയിം ഒരു സ്വഭാവക്കാരനാണ്. അപ്പം എനിക്ക് ഈ കോളേജിൽ വെച്ച് തന്നെ ഞാൻ കുറച്ച് മോഡൽ ആ ഒരു രീതിയിലാണ് നടക്കുന്നത്, ആ ഒരു സ്റ്റൈലിൽ നടക്കുന്നത്. സ്പോർട്സ് എല്ലാത്തിനും ഉണ്ടല്ലോ. പറഞ്ഞു, നിന്നെ കെട്ടാൻ പോണെന്ന് നോക്കിയോ, എന്നെ പറത്തിടിക്കും, നിന്നെ ഒത്തിരി കാര്യത്തിന് നിൽക്കില്ല. എന്നെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എന്നെ ഇങ്ങനെ കളിയാക്കും. അപ്പൊ ഞാൻ അപ്പൊ തന്നെ മനസ്സിൽ വിചാരിക്കും, ഓ ശരിയാ, അപ്പൊ എന്നായാലും ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്തായാലും അവര് പറഞ്ഞ പോലെ കേൾക്കും. അന്നൊക്കെ എന്ന് പറയാൻ നമുക്ക് ഒരു ചിന്താഗതി, കല്യാണം അവര് പറഞ്ഞ പോലെ കേൾക്കുക, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർ കല്യാണേ വേണ്ട. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാത്തിനും തയ്യാറായിട്ടോ. പറഞ്ഞ കുഴപ്പമില്ല, നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതിലേക്ക്. അത് കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞ ആള് അതുക്കും മേലെന്ന് പറയില്ലേ, അതുക്കും മേലുള്ള ആള്, വാപ്സിയുടെ അതിൽ മുകളിലുള്ള എന്നെ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ. ഇപ്പൊ ഒരാളുടെ അടുത്ത് പോയി പറയുവാണ്, ഇത് എൻ്റെ വൈഫാണ്, നാഷണൽ ചാമ്പ്യനാണ് വെയിലും. വെയിലും ഞാൻ നോക്കും പുള്ളിനെ, ഒന്ന് നോക്കും, പുള്ളിയുടെ സത്യം മറന്നു, ഈ കാര്യമൊക്കെ മറന്നു. അപ്പൊ ഇങ്ങനെ പറയും അമ്മത്തേന് എന്റെ ഉള്ളില് ഇത് വീണ്ടും വീണ്ടും വരുത്തിക്കോ പുള്ളി. കാരണം ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ, ഐശ്വര്യ പറഞ്ഞ പോലെ ഞാൻ അത് മറന്നു. പിന്നെ ലൈഫ് വേറെ ലൈഫ്. പിന്നെ ഞാൻ BEd എടുത്തു കേട്ടോ. BEd എടുത്തു. ഞാൻ ടീച്ചറായിട്ട് കുറെ നാള് വർക്ക് ചെയ്തു. അങ്ങനെ അപ്പൊ ആ ലൈഫ് അങ്ങനെയൊക്കെ അല്ലേ. പിന്നെ സാധിക്കുകയാണെങ്കിൽ മൊത്തം വേൾഡ് കറങ്ങുന്നയാള്, ബിസിനസ്സാ. അപ്പം എനിക്ക് പുള്ളിയുടെ കൂടെ പുറത്ത് നടക്കുക, അതൊരു ജോലിയായിരുന്നു. ആ ജോലിയല്ല, ആ ഒരു സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ മടിച്ചിയായി. അങ്ങനെയൊക്കെ അങ്ങനെ ഇരുന്നിരുന്ന് ഈ പുള്ളിയാണെങ്കിൽ നല്ലോണം തിന്നാനും മേടിച്ചിരുന്നു, നല്ല ഫുഡ് തരും. ഞാനിങ്ങനെ ഫുഡ് കഴിച്ച് ഇതൊന്നും അല്ല, ഇരട്ടിയായി. എന്ന് വെച്ചാൽ ഒരു 97 kg ആയി. 4 പൊക്കവും കുറവ്, വണ്ണവും. അപ്പോൾ ഒരു ദിവസം
അപ്പൊ എനിക്ക് ഈ വണ്ണം ഉണ്ടെങ്കിലും എൻ്റെ കാരണം ഈ വണ്ണത്തെ കുറിച്ച് പറയാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ അത് എനിക്ക് അത് ഇവിടെ പറയണം. ഞാൻ ഇതെൻ്റെ കാറ്റഗറിയാണ്. എൻ്റെ കാറ്റഗറി എന്ന് വെച്ചാൽ 76 to 86 ആണ്. ആ 86 ഇതെൻ്റെ കാറ്റഗറി. ഈ കാറ്റഗറിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ വണ്ണം ഓക്കെയാണ്. ഇപ്പൊ ഞാനൊരു മീഡിയ ഇതിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പത്തേനും ഇതാണ് എത്ര ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല. എന്നെ ഭയങ്കരമായിട്ട് കുറെ ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പൊ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലെടുത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാൻ ചെയ്യുന്ന ഓരോ വർക്കൗട്ടും പലർക്കും നല്ല ജിമ്മന്മാർക്ക് പോലും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ അവരെ വെല്ലുവിളിക്കല്ല കേട്ടോ, ഒരിക്കലും വെല്ലുവിളിക്കല്ല. ഞാൻ ലേഡിയെ എനിക്ക് ചെയ്യാം. അതും ഞാൻ 2 കുട്ടികളുടെ അമ്മയും കൂടെയാണ്. ഫോറിനേഴ്സ് അവരൊക്കെ ചെയ്യും കേട്ടോ, നല്ല അവരൊക്കെ ചെയ്യുന്ന ഇതാണ്. പക്ഷെ എന്നാൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് ആവശ്യത്തിന് സ്ട്രെങ്ത് പഠിച്ചോന്ന് തന്നിട്ടുണ്ട്, തമ്പുരാൻ തന്നിട്ടുണ്ട്. ആ സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ നമുക്ക് ആരോഗ്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. മാഷാ അല്ലാഹ്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഈ വെയിറ്റിലാണ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറച്ചിറങ്ങുമ്പോ എന്റെ സ്ട്രെങ്ത് കുറയും. അതാണ് എന്റെ കാറ്റഗറിയിലാണ്. അപ്പൊ ഞാൻ എന്നെ ബോഡി ഷെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇതാണ് എന്റെ കാറ്റഗറി. പിന്നെ ഞാൻ ഇത്രയും വർക്കൗട്ട് ചെയ്താലും നമ്മളിങ്ങനെ തന്നെ. അതെന്ന് വെച്ചാല് നമുക്ക് അത്ലറ്റ് എന്നൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അവരിങ്ങനെ ആയിരിക്കണം, അവര് ബോഡി ഫിറ്റ് ആയിരിക്കണം, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഐശ്വര്യ. അപ്പൊ ഇങ്ങനെ എനിക്കും ആഗ്രഹമുണ്ട്, മെലിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായി ഇങ്ങനെയൊക്കെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് മെലിയ ഞാൻ, പക്ഷെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്ട്ലി ഡയറ്റ് എടുക്കണം, അതേപോലെ ഇതാവണം, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് അങ്ങനെ ഞാൻ ചെയ്തു. സ്ട്രെങ്ത് പോയി എൻ്റെ. എനിക്ക് വെയിറ്റ് എടുക്കുമ്പോഴത്തേന് എനിക്ക് അത്രയും വെയിറ്റ് എടുക്കാൻ പറ്റാതെ തോന്നുന്നു. അങ്ങനെയുണ്ട്. അപ്പം ഈ ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ചെറുതായിട്ട് പറയാം കേട്ടോ, നിങ്ങളെ ഒന്നും വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, ഇതെന്റെ കാറ്റഗറിയാണ്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. അത് വർക്കൗട്ട് വീഡിയോസ് ഞാൻ കണ്ടതാ. അത്യാവശ്യം ഹെവിയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മളിപ്പം സ്വാഭാവികമായിട്ട് വിചാരിക്കണം ഓക്കെ ബോഡി ഫിറ്റ് ആയിട്ടുള്ളവർക്കാണ് സ്ട്രെങ്ത് കൂടുതൽ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ഗൈസ്. അത് കാരണം ഞാനും ഇങ്ങനെ ഗോൾസിലായിരുന്ന സമയത്ത് ഗോൾസിൽ വർക്ക്, അപ്പൊ ഈ നല്ല മസിൽ പിടിച്ച ആൾക്കാരൊക്കെ നമ്മൾ ജിമ്മന്മാർ അവര് ഒരിക്കലും ഞാൻ വീണ്ടും വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലട്ടോ പറയുന്നത്, എൻ്റെ ഒരു ഇത് പറയാം, അനുഭവങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോ അവരെക്കാളും കൂടുതൽ വെയിറ്റാ ഞാൻ എടുക്കുന്നത്. നമ്മളെ കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, ബുദ്ധിയെന്ന് പറഞ്ഞല്ല, ബുദ്ധിയല്ല ശക്തിയാ. അപ്പൊ ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് വെയിറ്റ് എടുക്കും. ഞാൻ എന്റെ നാഷണലൊക്കെ ഞാൻ 250 സ്ക്വാട്ടൊക്കെ അടിക്കും, പവർ ലിഫ്റ്റിംഗിൽ കേട്ടോ. ഡെഡ് ചെയ്യും, നല്ല ഒരു കുഴപ്പമില്ലാത്ത 200. ഏറ്റവും ഹൈയസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് എത്ര ആയിരിക്കും? ഞാൻ ഈ കസാക്കിസ്ഥാനിലായിരുന്നു എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ഏഷ്യൻ മെഡൽ പവർ ലിഫ്റ്റിംഗിൽ. അപ്പം ഞാൻ കുഴപ്പമില്ല, എനിക്ക് എൻ്റെ സ്കോട്ടിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു, ഗോൾഡ് മെഡല് 200 ഒക്കെ ഞാൻ അന്ന് ചെയ്ത്. അത് ഇത് രണ്ടാണ്, എക്യുപ്ഡ് ഉണ്ട് അൺഎക്യുപ്ഡ് ഉണ്ട്. അപ്പൊ എക്യുപ്ഡ് അല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സൂട്ട് ഇട്ടിട്ട് ചെയ്യുന്ന, ആ സൂട്ട് ഇടുമ്പോൾ നമുക്ക് 50 kg കൂടെ നമുക്ക് കുറച്ചും കൂടെ ഇത് കിട്ടും, ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് വിത്തൗട്ട് സൂട്ടില് നമുക്ക് 200 ഒക്കെ ഞാൻ സ്കോട്ട് ചെയ്യും. കുഴപ്പമില്ല, ബെഞ്ചൊക്കെ 120 അടിക്കും. എങ്ങനെ അപ്പൊ ഇപ്പോഴും ആ സ്ട്രെങ്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നേ ഇല്ല, വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ഫോക്കസ്, ഓൺലി വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ഓക്കെ. നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റർ ആയിരിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഡിസിപ്ലിന്റെ ആവശ്യമുണ്ടോ, ഒരു സ്ട്രിക്റ്റ് ഡയറ്റിന്റെ ആവശ്യമുണ്ടോ? ഡയറ്റ് ആവശ്യമുണ്ട് ആക്ച്വലി. ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ഉഴപ്പൊക്കെ ഉള്ള ആളാണ് ഈ ഡയറ്റിന്റെ കാര്യത്തില്. ഞാൻ പറഞ്ഞില്ലേ എന്റെ അവസ്ഥ നല്ലോണം തിന്നാൻ പറ്റും. പുള്ളി എന്നിട്ട് പറയും ഇത് തീറ്റൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഡയറ്റ് ഇല്ലേ മോളിന്ന് കേട്ടോ. അപ്പൊ പറയും നിങ്ങളല്ലേ വാങ്ങിച്ചു തന്നെ. ഞാനപ്പോ ഇപ്പൊ കഴിച്ചില്ലെങ്കിലും പറയും ഒന്ന് രുചി നോക്കുക, രുചി നോക്കി മൊത്തത്തിൽ അടിക്കുകയും ചെയ്യും. എങ്ങനെയാണ് എന്റെ ഡയറ്റ് കളയുന്നത്? മനസ്സിലായി. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഡിസിപ്ലിൻഡ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു മത്സരത്തിന് പോകുന്നതിന്റെ അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? ഇപ്പൊ ലാസ്റ്റ് ലാസ് വേഗസിൽ മത്സരിച്ചിട്ടാണ് വന്നത്, അത് 4th place ആയിരുന്നു അല്ലേ? അപ്പം ആ ഒരു ലാസ് വേഗസിന്റെ മെമ്മറി പറയാനുള്ള അതിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ വർക്കൗട്ട് ചെയ്യുന്ന ലൈഫ് ചേഞ്ച് എന്ന് പറഞ്ഞ ഫിറ്റ്നസ് അവരെയാണ് പലരും വെട്ടത്തില്ല.
അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മൊന്ന് ജസ്റ്റ് മാറി ഇപ്പോൾ ലൈഫ് സ്റ്റൈലിലേക്കായി. അപ്പോൾ ഒത്തിരി അവിടെ വെച്ച് ഞാൻ മാറി കഴിഞ്ഞ് എനിക്ക് നല്ലോണം ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വേറൊരു ലെവലിലേക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ എനിക്ക് ലാസ് വേഗാസിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി. തൊട്ട് മുമ്പ് 2 ആഴ്ച പനിച്ച്, 2 ആഴ്ച മുകളിലായി, 2 ആഴ്ച പനിച്ച ഒരു വൈറൽ അതങ്ങ് വന്നിട്ട് ഞാനങ്ങ് തളർന്നു പോയി. ആക്ച്വലി എനിക്കങ്ങ് ഞാൻ ഓർത്ത് പഠിച്ചവനെ തിരിച്ച് നമുക്ക് ഈ സ്ട്രെങ്ത് വരുമോ അതേപോലെ ഞാനങ്ങ് വല്ലാതെ എനിക്കങ്ങനെ പനി മാഷാഅല്ലാ പനിയൊന്നും വരൽ വളരെ കുറവാണ്, വല്ലപ്പോഴങ്ങ് വരുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഞാനപ്പം ഭയങ്കര തളർന്നു പോയി. അപ്പം ഞാൻ ഇനിയിപ്പോൾ എങ്ങനെ ഈ ലിഫ്റ്റ് ചെയ്യും? അതാണ് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുലികൾ വന്ന ഒരു ഏരിയയാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് സെലക്ഷൻ എനിക്ക് മാത്രം ലേഡീസിന് കിട്ടിയിട്ടുള്ളൂ, വേറെ ആർക്കും. ഞാൻ ഖത്തറിൽ വെച്ച് ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഗോൾഡ് അടിച്ചതിന് ശേഷമാണ് എനിക്ക് സെലക്ഷൻ വന്നത് USA ലാസ് വേഗാസിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മാത്രമാണ് സെലക്ഷൻ വന്നിരുന്നത്. അപ്പം അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പോയി. ബാക്കിയൊക്കെ മെന്നായിരുന്നു, വുമണായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ആകാംക്ഷയോട് കൂടി എല്ലാം ചെയ്തതായി ഈ പനി വന്ന് ഞാൻ തളർന്നുപോയി. എനിക്ക് അറിയാൻ പാടില്ല, BP അങ്ങനെ ഷൂട്ട് ചെയ്തു. എനിക്ക് എവിടെ നിന്ന് ഹൈ BP ആയി. ഈ ഹൈ BP വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇനി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞാൻ ബ്ലഡ് പൊട്ടും ഉറപ്പ് 100%. അപ്പം എനിക്കാണെങ്കിൽ എനിക്കറിയില്ലായിരുന്നു BP ഹൈ ആയതാണോ എന്നുള്ളത്. എണീക്കുമ്പോഴത്തേനും തല ഇറങ്ങി, ഞാൻ താഴോട്ട് വീഴുന്നില്ല, തല ഇറങ്ങുന്നു. അപ്പം ഞാൻ പനിയുടെ എന്നുള്ളതിൽ ഫീലിങ്. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് BP നോക്കിയപ്പോൾ എനിക്ക് 160, 120 ഭയങ്കര കൂടുതലായി. ഡോക്ടർ പറഞ്ഞു. പിന്നെ പക്ഷേ ഞാൻ പോയ ഡോക്ടർ എന്നെ അറിയാവുന്ന, എൻ്റെ ഹിസ്റ്ററി അറിയാവുന്ന എൻ്റെ ഫാമിലി ഡോക്ടറും ഫ്രണ്ടും എല്ലാം ആയതുകൊണ്ട് അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്നാൽ തന്നെ ഒരു ഡോക്ടർമാരും ഇത്ര BP വെച്ചുകൊണ്ട് നമ്മൾ അതും വെയ്റ്റ് ലിഫ്റ്റിങ് വിടൂല. ലിബാസ് റിസ്ക് ആണ്, എന്ത് പറഞ്ഞാൽ റിസ്ക് ആണ്. ഇത് നിങ്ങൾ എടുക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ പ്രഷർ കൂടുകയാണ്. അപ്പം ഞാനിത് പോണേന് തൊട്ട് മുമ്പ് എനിക്കൊരു ഒരാഴ്ച ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പോണേന് മുമ്പ്. അപ്പം എന്നോട് പറഞ്ഞു ഈ ഗുളിക കഴിക്കാതെ ലിബാസ് BP ഒന്ന് താന്നിട്ട് പോയാൽ മതി. പക്ഷെ എൻ്റെ എല്ലാം അവിടെ ഇതായിട്ട് എടുക്കും, ഞങ്ങൾ ഒന്നിച്ച് പോകാനുള്ള എല്ലാം കാര്യങ്ങളുമായി ടീമിൻ്റെ കൂടെ. പക്ഷെ ഞാനത് കഴിച്ചപ്പോൾ കോൺഫിഡൻസ് എനിക്കുണ്ട്, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഇത് സ്റ്റേജ് കയറിയിട്ടുണ്ട്, വേറൊരു ലെവല്. ആ ഒരു ഇതിലേക്ക് എനിക്ക് വേണം എന്നുള്ളൊരു ഇത് അതാണ് നമ്മുടെ നയിക്കണം കേട്ടോ. ഇപ്പൊ ഈവൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടായി. ചെറിയ സൗന്ദര്യപ്പിണക്കം, അതൊരു 50 കിലോ ഞാൻ പൊക്കൂല. അപ്പൊ അതാണ് നമ്മുടെ മനസ്സില്. അപ്പൊ ആ ഒരു അത്രയും കോൺഫിഡൻസ് നമ്മുടെ മനസ്സാണ് എല്ലാം കേട്ടോ. കാരണം അങ്ങനെ അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതൊരു മേലാണ് ഞാൻ പോയത്. അപ്പം എനിക്ക് മെഡിസിൻ എടുത്ത് കഴിഞ്ഞപ്പം വയ്യൊന്ന് കുറയാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ പോയി ലോങ് ജേർണിയാലോ, എത്ര അവേഴ്സ് ഇരിക്കണോ ഫ്ലൈറ്റിൽ. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴത്തേനും എനിക്ക് കിട്ടിയേനെ കേട്ടോ. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലാക്ക് ഔട്ട് അങ്ങോട്ട് വീണു, ഞാൻ ബ്ലഡൊക്കെ വന്നു. അങ്ങനെ ഹെവി ലിഫ്റ്റ് ചെയ്തപ്പോഴത്തേനും മൂക്കി കൂടെ ബ്ലഡ് വന്നു. അങ്ങനെ എല്ലാവരും പേടിച്ചു പോയി, നല്ലോണം പേടിച്ചു പോയി. ഞാനങ്ങ് വീണു കഴിഞ്ഞപ്പോഴത്തേനും. പക്ഷെ ഇത് ലിഫ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ബാക്ക് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനങ്ങ് വീണത്. എല്ലാവരും ഓടി വന്നു അവിടെ. അപ്പം തന്നെ എല്ലാവരും ടീമുണ്ട്, അവരോടി വന്ന് പിന്നെ എല്ലാം ചെയ്ത് പിന്നെ ഓക്കെ ആയി ഞാൻ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇപ്പം 8ാമത്തെ ഇന്റർനാഷണൽ ഞാൻ പോയത്. 7 ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ആണ് ഞാൻ. ഇത് 4th വന്നു, 8 മെഡലുണ്ട് എനിക്ക്. ഇപ്പൊ 8ാമതാണ് ഞാൻ പോയത്. 8ാമത്തേല് ഇങ്ങനെ 4th പൊസിഷൻ വരാനുള്ള കാരണം അപ്പൊ അതാണ് എൻ്റെ ഒരു സാഹചര്യത്തിൽ വന്നത്. പക്ഷെ എന്നാൽ തന്നെ ഞാൻ വലിയ പ്രൗഡോടുകൂടി തന്നെ കാണുന്നു. ഇനിയിപ്പോ അടുത്ത ജേർണി ഉണ്ട്, അടുത്ത കോമ്പറ്റീഷന് വേണ്ടിയുള്ള. അത് എന്നത്തേക്കാണ്?
അത് ഇപ്പം ജനുവരിയിലുണ്ട്. ജനുവരി ജർമ്മനിയാണ്. ജർമ്മനി. പിന്നെ ഫെബ്രുവരി അബുദാബി ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയ ഉണ്ട്, ജപ്പാനുണ്ട്, ചൈനയുണ്ട്, അടിപൊളി. പോർച്ചുഗലുണ്ട്. ഓക്കെ. ഇത്ര ഉണ്ട് ഈ അടുത്ത വർഷത്തെ അടുത്ത വർഷത്തെ ഇത്. ഇതിലേക്ക്. അപ്പൊ അത് എനിക്ക് എല്ലാത്തിലും അതിൽ സെലക്ഷൻ വന്നു. ഓക്കെ. പക്ഷെ ഞാൻ അത് ഈ പറഞ്ഞ കഴിഞ്ഞ യു എസ് എയിലെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഇത് എത്ര സെലക്ഷൻ ഒരു ഇതിന്റെ അവർക്ക് ഇത്ര വെയിറ്റ് എടുത്താലാണ് നമ്മുടെ കാറ്റഗറിയിൽ ഇത്ര വെയിറ്റ് എടുത്താലാണ് നമുക്ക് സെലക്ഷൻ വരുള്ളൂ. എനിക്ക് ആ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പം. മനസ്സിലായി. പക്ഷെ നമ്മൾ പറയല്ലോ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വുമൺസ് ക്രിക്കറ്റിന്റെ ഒരാളുടെ ഇന്റർവ്യൂവിനകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു കുറെ കാലങ്ങളോളം അവർക്ക് ഒരു റെമ്യൂണറേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഒരു വെയിറ്റ് ലിഫ്റ്റർ അല്ലെ പവർ ലിഫ്റ്ററിന് ഒരു ഇന്റർനാഷണൽ മെഡൽ വിൻ ചെയ്താൽ എത്രയായിരിക്കും അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ? അങ്ങനെ റെമ്യൂണറേഷൻ ഉണ്ടോ? അങ്ങനെ എനിക്ക് ഞാനിപ്പോ മാസ്റ്റേഴ്സിലും ചെയ്യുന്നുണ്ട്, സീനിയേഴ്സിലും ചെയ്യണം. മാസ്റ്റേഴ്സിലാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ. ഏജ് കാറ്റഗറിയാ? ഏജ് കാറ്റഗറിയിലാണ്, അതാണ് പോകുന്നത്. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് മാത്സ് അത് സാധിക്കുക തന്നെയാണ്. നമുക്ക് ഒരു സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ആ മനുഷ്യൻ എന്നെ ശരിക്കും ഒരു ആനനെ മേയ്ക്കുന്ന പോലെ എത്ര ചെലവുണ്ട്. അല്ല ഇത്രയും ഒരു 7 ഇന്റർനാഷണൽ മെഡൽ അടിച്ച ഒരാൾക്ക് സ്പോൺസർഷിപ്പിന് എനിക്ക് ഭയങ്കര സങ്കടമുള്ളൂ കാര്യം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നാന്നറിയാൻ എനിക്ക് അങ്ങനെ അല്ല ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് സങ്കടം. കാരണം എന്ന് വെച്ചാൽ എനിക്കിത് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഞാൻ ഇത്രയും നമുക്ക് ഇന്ത്യക്ക് വേണ്ടി, കാരണം ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ള മെഡല് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഈ നാഷണൽ ഫ്ലാഗ് ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അത് നമ്മുടെ പ്രൗഡ് മൂവ്മെന്റ് ആണ്. നമ്മൾ പോയി ഇവരോടൊന്നല്ല ആരോടെങ്കിലും സ്പോൺസർ, കാരണം നമുക്ക് ചില സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി വരും. അപ്പം ഞാൻ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവര് മൈൻഡ് പോലും ചെയ്യാത്ത കുറെ അതൊക്കെ അവരുടെ ഇതല്ലേ. അപ്പം മൈൻഡ് ചെയ്യാത്ത ഒരു കുറെ ഇതുണ്ട്. അതിപ്പം പൊതുവെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങൾ, അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ നേടുന്നവരുടെ അവരുടെ ഒന്നും സത്യം പറഞ്ഞാൽ എവിടെയും പേരോ കാര്യങ്ങളോ ഒന്നും എന്ന് നമ്മൾ കണ്ടിട്ടില്ല. അതെ, അല്ലാണ്ടൊന്നും ഇവർക്ക് വേണ്ട ഒരു രീതിയിൽ ഒരു സപ്പോർട്ട് എവിടെയും കിട്ടാതെ അത് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പം ഈ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടാതെ, അതായത് സ്പോൺസർഷിപ്പിന്റെ ആ ഒരു ഇത് കാണാൻ ഞാൻ നോക്കുമ്പോൾ ഏകദേശം 11 വർഷത്തോളം ഒരു ഗ്യാപ്പ് വന്നേക്കുന്നു. അതെന്താ ശരിക്കും? അത് ഇപ്പം പറഞ്ഞില്ലേ, ഞാനിപ്പം ഇന്റർനാഷണൽ മെഡൽ അടിച്ച് വരുമ്പോൾ എനിക്ക് ഇപ്പോൾ മറ്റേ ഫുട്ബോളോ ക്രിക്കറ്റോ വന്നോട്ടെ, അവർക്കൊക്കെ അവിടെയൊക്കെയും നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ തന്നെ സ്വീകരിക്കാൻ നമ്മൾ എന്തൊരു അറിവോ, നമ്മൾ ഈ മെഡലും പിടിച്ചോണ്ട് വരുമ്പോ മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, എനിക്ക് സങ്കടം വരുന്ന ഒരു കാര്യം, മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ നമ്മൾ കഷ്ടപ്പെട്ട് മേടിക്കുന്ന അത്ര ആൾക്കാര് എടുത്തു പോയി ഫൈറ്റ് ചെയ്ത് തന്നെ മേടിക്കുന്ന ഒരാള് ഒരു ഫ്ലവർ ഭയങ്കര പെയിന്. കാരണം എന്ന് വെച്ചാൽ നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവും അറിയാമല്ലോ, വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പാട് തന്നെയാ. മനസ്സിലായി. അപ്പൊ ഇതിന്റെ ഇമോഷൻസ് അത് മനസ്സിലാവും. കാരണം നമ്മളിപ്പോ ഒരു കരയാന്ന് പറഞ്ഞാലും ആ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. കാരണം അപ്പൊ ഇപ്പൊ ആൾക്കാർ ചോദിക്കും എന്തിനാ ഈ പോണെന്ന്. പാഷൻ, പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം. ഇപ്പൊ നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്. അല്ല അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്താ മത്സരിക്കുന്നത്. ഒരു ഇന്ത്യൻ ഒരു രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലേ. ഇതിപ്പം പൈസ കൊടുത്ത് നമുക്കൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതുപോലെ സെലക്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനിപ്പം ഇന്റർനാഷണൽ പോവാണെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യൻ അസോസിയേഷൻ ഇല്ലേ മലയാളീസ്, അവരൊക്കെ നമ്മളെ എടുത്തോണ്ടാണ് നടക്കുന്നത്. അവര് ഇതാന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ ലാസ് വേഗാസിൽ പോയപ്പോഴത്തേനും എനിക്ക് മലയാളി അന്ന് ഓണം പരിപാടിയായിരുന്നു. അവിടെ അറിഞ്ഞു അവര് ഇങ്ങനെ ഒരു ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളും അപ്പൊ അങ്ങനെ അറിഞ്ഞ ഉടനെ തന്നെ നമ്മളെ സ്വീകരിക്കാൻ വന്ന് നമ്മളെ അവരെ ഓണത്തിന്റെ ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് അതൊക്കെ കിട്ടുന്നതില്ലേ, എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് അതൊക്കെ എന്ന് വെച്ചാൽ എന്റെ അംഗീകാരം പോലെ എനിക്ക് അത് ഭയങ്കര പ്രൗഡ് മൂമെന്റ്. അതൊക്കെ മതി എനിക്ക്. എന്ന് വെച്ചാൽ എന്നെ വിളിക്കാനൊന്നും അല്ല പറയുന്നേ, ആ ഒരു അംഗീകാരം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും കിട്ടുന്നത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി തന്നെ ചെയ്യുന്നേ. അല്ല എനിക്ക് ഇതും കൊണ്ട് ഒരു പ്രയോജനമില്ല. മനസ്സിലായി.
അല്ല അപ്പൊ ഒരാള് പാഷനേറ്റ് ആയിട്ട് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നു, അത് അവർക്ക് ഒരു അംഗീകാരം കിട്ടുന്നില്ലെങ്കിൽ പോലും, ഒരു റെമ്യൂണറേഷൻ വൈസ് പോലും പൈസ കിട്ടുന്നില്ലെങ്കിൽ പോലും അങ്ങോട്ട് ഇപ്പം സാദിഖ് സാർ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സാദിഖ് സാർ ഫുള്ളി അത് മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇഷ്യൂ ഇല്ല. അപ്പൊ ഇത് ചിലപ്പോൾ ഇത് കിട്ടാത്ത എത്ര പേരുണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഒത്തിരി പേരുണ്ട്. അപ്പൊ അത് അവർക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആകട്ടെ, നെക്സ്റ്റ് ഒരു ജനറേഷന് ഇത് ഒരു സ്പോൺസർഷിപ്പ് കിട്ടാനോ, അല്ലെങ്കിൽ ലിബാസിനെ കൂട്ടി ഇതുപോലെ 8 ഇന്റർനാഷണൽ മത്സരിച്ച് ചേർത്ത് 7ലും മെഡൽ അടിക്കുക എന്ന് ചെറിയ കാര്യമല്ല. അപ്പം ഈ പറഞ്ഞ പോലെ ലിബാസിനെ കുറിച്ച് വേറൊരു സാധനം കൂടെ അറിഞ്ഞത്, പണ്ട് എന്നാണോ എനിക്ക് ഓർമ്മയില്ല, കല്ലൂർ ബെസ്റ്റ് ഒരു റോഡിൽ വെച്ചൊരു ബസ്സുകാരുടെ വളഞ്ഞിട്ട് അടിച്ചൊരു പരിപാടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അടിച്ചില്ല, എന്നാ പറയാ, ഒരു ഭയങ്കരമായിട്ട് ഒരു മദർ ഫുഡ് ഇങ്ങനെ പൊങ്ങി വന്നതാ. ഞാൻ ഈ ഇവിടുത്തെ എറണാകുളം സ്റ്റേറ്റിലെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാൻ പോവായിരുന്നു. ഞാനും ഹസ്ബൻഡും. അപ്പൊ മലപ്പുറത്താണ് ഹസ്ബൻഡിന്റെ വീട് സാധിക്കുന്നത്. അപ്പൊ അവിടെ പോണ ഒരു ഫംഗ്ഷൻ നടക്കുക. അപ്പൊ എനിക്ക് ഇത് കഴിയാതെ പോകാനും പറ്റില്ല. അപ്പൊ ഇവരെനിക്ക് വെയിറ്റ് ചെയ്ത് പിന്നെ ഭയങ്കര സപ്പോർട്ടായിട്ടോ സാധിച്ചിന്റെ വീട്ടുകാർ, ഒരു രക്ഷയില്ല. അവരൊക്കെ നല്ല പ്രൗഢോടുകൂടിയാ. കാരണം ഈ മലപ്പുറംകാരെന്ന് പറഞ്ഞാൽ അവര് പറയില്ലേ ഇങ്ങനെ വെറുതെ, അവര് ഭയങ്കര സപ്പോർട്ടാ, കട്ടയ്ക്കാ. അപ്പൊ അങ്ങനെ അതെന്നിട്ട് ഞാനത് കഴിഞ്ഞ് പോണ വഴിക്ക് നമ്മുടെ എടപ്പള്ളി അവിടെ വെച്ചിട്ട് KSRTC ബസ് സാധിക്കാ വണ്ടി ഓടിക്കണേ, ഭാഗ്യം ഞാനല്ല. അപ്പൊ ഇങ്ങനെ വണ്ടി ഓടിച്ച് കൊണ്ട് പോകുമ്പോഴത്തേന് ഇത് അങ്ങ് നമ്മുടെ ആ പില്ലറില് ചേർന്ന് മക്കൾ ഈ സൈഡിലിരിക്കുവോ. പടച്ചവനെ എന്റെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. പിന്നെ ഒന്നും നോക്കില്ല, സാധിക്കുന്ന ഭയങ്കര ദേഷ്യം വന്നു. അപ്പൊ ഞാനിങ്ങനെ വിറയ്ക്കും, എനിക്കിങ്ങനെ വിഷമിച്ചു. കാരണം മക്കൾ ഈ സൈഡില്ല, ഇടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാ തീർന്നു. അപ്പൊ ഞാൻ എന്നിട്ട് സാധിക്ക് സ്പീഡിന് അവര് മുമ്പിലേക്ക് ഓടും. സാധിക്കാണ് എല്ലാത്തിനും വഴക്കുണ്ടാക്കണം വണ്ടി പോകുമ്പോ. സാധിക്ക് ഇറങ്ങി അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനും ഡ്രൈവർ ബസിന്റെ മോള് കയറിയിട്ട് ഡ്രൈവറെ പിടിച്ചു. കുറെ എനിക്കും എന്റെ മക്കള് എല്ലാം കഴിഞ്ഞേന്. ഇപ്പൊ ഞാനാ ഡ്രൈവ് ചെയ്യുമെങ്കിൽ ശരിക്കും പറഞ്ഞ തീർന്നും പോയെന്നെ. കാരണം ആ ഒരു ഇതിലാ പുള്ളി നല്ല ഡ്രൈവർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ആ ഒരു വികാരമാണ് ഞാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇരിക്കണ്ടേ. ഇതൊന്നും ഞാൻ സാധിക്കും ഇങ്ങനെ വണ്ടറായിട്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ പപ്പ ഇപ്പം അങ്ങനെ അറിയാതെയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിക്കുന്ന ഞാന്. പക്ഷെ സത്യം അത് നമ്മൾ അറിയാതെ വന്നതാ കേട്ടോ, അറിയാതെ വന്നതാ. ഞാൻ അങ്ങനെയൊന്നും വലിയ ഞാൻ ഭയങ്കര ഈ കാണുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ അതുപോലെ തന്നെ ലിബാസിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഒരു ഡിഫറൻസ് ആണ്. 2 കാര്യമുണ്ട്. ഒന്ന്, ഇൻസ്റ്റാഗ്രാമിൽ ലിബാസ് പി ബാവാട്ടാ കൊടുത്തിരിക്കുന്നത്. ഹസ്ബൻഡിന്റെ പേര് സാദിഖ് എന്നാണ്. വാപ്പയോടുള്ള സ്നേഹം കൊണ്ട് മാറ്റാത്താണോ? അതെ, കറക്റ്റ് ആണ്. അതും എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. വാപ്പച്ചിയുടെ പേര് ഒരിക്കലും നീ മാറ്റണ്ട, കാരണം വാപ്പച്ചിയാണ് നിന്നെ ഇതാക്കിയത്. പിന്നെ വാപ്പച്ചി എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പൊ 2 വർഷമായിട്ടോ, ഇപ്പൊ ഈ റീസെന്റ് 2 വർഷമായി മരിച്ചിട്ട് എന്റെ വാപ്പച്ചി പോയിട്ട്. വാപ്പച്ചിക്ക് ഭയങ്കര ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആരും എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ലെന്ന്. പക്ഷെ ഞാന് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേഗം സെറ്റ് 100,000 പേരെ ഇങ്ങനെ അയച്ചു കൊടുത്ത് ഭയങ്കര പുകച്ച പറയും. അവര് കേട്ടും പാവം കേട്ടോ. എനിക്ക് ഭയങ്കര മിസ്സിങ് ഉണ്ട് വാസിനെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് സാദിക്ക് പറഞ്ഞെന്ന് വെച്ചാൽ സാദിഖിന്റെ പേരിടണ്ട, ലിബാസ് പി ബാവ, എപ്പോഴും ലിബാസ് പി ബാവ എന്റെ വാപ്സി എന്നുള്ളത്. അതും മനുഷ്യന് സമ്മതിക്കും. ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ, നമുക്ക് ഗോളുകൾ പലതായിരിക്കും. അത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ഹാർഡ് വർക്ക് എന്തായാലും ഈ പറഞ്ഞ അടുത്ത വർഷം ഒരു നിരനിരയായിട്ട് കിടക്കുകയാണ് കോമ്പറ്റീഷൻസ്. ഈ പറഞ്ഞ പോലെ എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. This video is powered by MyG Future.